ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ ബേസിലിൻ്റെ പൊന്മാൻ എന്ന മൂവിയുടെ കഥയാണ്. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലോട്ട് പോകാം. സ്റ്റാർട്ടിംഗ് സീനിൽ പള്ളിയുടെ മതിലിൽ പാർട്ടി പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്ന കപ്പ്യാര് ആ പോസ്റ്റർ വലിച്ചു കീറുന്നു. ഇതറിഞ്ഞ ബ്രൂണോ എന്നൊരാൾ വലിയ പ്രശ്നമാക്കും. പാർട്ടി എൻ്റെ ജീവനാണെന്നും ഞാനാണ് ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചത്, അത് വലിച്ചു കീറുമോ എന്നൊക്കെ ചോദിച്ച് വാക്കുതർക്കമാകുന്നു. കപ്പ്യാര് ഒട്ടും വിട്ടുകൊടുക്കാത്തതിനാൽ ബ്രൂണോ അയാൾ മുഖത്തിനിട്ട് തന്നെ ഒരടി വെച്ച് കൊടുക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ബ്രൂണോയുടെ വീട് കാണിക്കും. അവൻ അമ്മയും സ്റ്റെഫി എന്നൊരു പെങ്ങളുമാണ് ഉള്ളത്. സ്റ്റെഫിക്കായി കല്യാണം ആലോചിച്ചിരിക്കുന്ന വീട്ടിൽ നിന്നും പയ്യൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നു. 25 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ കല്യാണം ആലോചിച്ചിരിക്കുന്നത്. സോ 25 പവൻ ഗോൾഡ് തന്നെ സ്ത്രീധനമായി കൊടുക്കുമോ എന്ന് ഉറപ്പിക്കാനാണ് പയ്യന്റെ ഫാമിലി അവിടെ എത്തിയിരിക്കുന്നത്. 25 പവൻ തന്നില്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയുടെ ആലോചന വന്നിട്ടുണ്ട്, ഞങ്ങൾ അത് നോക്കിക്കോളാമെന്നും പയ്യന്റെ അമ്മ പറയുമ്പോൾ സ്റ്റെഫിക്കായി 25 പവൻ തന്നെ സ്ത്രീധനം തരുമെന്ന് അമ്മ അവർക്ക് വാക്കു കൊടുക്കുന്നു. ബ്രൂണോയെ ആ ചർച്ചിന്റെ ഫാദർ തല്ലുകേസിന്റെ ഒത്തുതീർപ്പിനായി വിളിപ്പിക്കുന്നു. കപ്പ്യാരെ തല്ലിയതിന് മാപ്പ് ചോദിക്കണമെന്നും അല്ലെങ്കിൽ നിന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് പോലും ഞങ്ങൾ സഹകരിക്കില്ലെന്നും ഫാദർ തീർത്തു പറയുമെങ്കിലും ഞാൻ എന്റെ പാർട്ടിക്ക് ജീവൻ കളയാൻ പോലും തയ്യാറായി നിൽക്കുന്ന ആളാണ്. ഈ ഇടവക എന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് സഹകരിച്ചില്ലെങ്കിലും എല്ലാത്തിനും എന്റെ പാർട്ടി ഞങ്ങൾക്കൊപ്പം കാണുമെന്നും സോ മാപ്പ് പറയാൻ ഞാൻ തയ്യാറുമല്ലെന്ന് പറഞ്ഞ് ബ്രൂണോ അവിടെ നിന്നും പോകുന്നു. സ്റ്റെഫിയും അമ്മയും കൂടി ലവ്ലി എന്ന അവരുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലെത്തുന്നു. സ്റ്റെഫിയുടെ കല്യാണത്തിന് കുറച്ച് സ്വർണം തന്ന് സഹായിക്കണമെന്ന് അവർ ലവ്ലിയോട് പറയും. ലവ്ലിയുടെ കല്യാണ സമയത്ത് സ്റ്റെഫിയുടെ അച്ഛൻ പണമായിട്ടും സ്വർണമായിട്ടുമൊക്കെ അവളെ സഹായിച്ചിരുന്നു. ആ ഒരു ബലത്തിലായിരുന്നു സ്റ്റെഫിയുടെ അമ്മ ലവ്ലിയുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചത്. എന്നാൽ എൻ്റെ കയ്യിൽ സ്വർണമില്ലെന്നും താൻ ധരിച്ചിരിക്കുന്നത് പോലും മുക്കുപണ്ടമാണെന്നും ലവ്ലി പറയും. ലവ്ലി സഹായിക്കില്ലെന്നും മനസ്സിലാക്കി സ്റ്റെഫിയെയും കൂട്ടി അമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. ആ ദേഷ്യത്തിൽ വീട്ടിലെത്തുന്ന അമ്മ ബ്രൂണോയെ നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. ഒരു പണിക്കും പോകാതെ പാർട്ടിയുടെ പുറകെ നടക്കുന്നയാളാണ് ബ്രൂണോ. സ്റ്റെഫിക്ക് 32 വയസ്സായി. എനിക്ക് അവളുടെ കല്യാണം നടത്തണം. അവര് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന 25 പവൻ കൊടുത്ത് അവളെ കെട്ടിച്ചയക്കണം. അത് നടന്നില്ലെങ്കിൽ അവളെയും കൂട്ടി ഞാൻ ഈ കായലിൽ ചാടി ചാകുമെന്നും വളരെ ദേഷ്യത്തോടെ അമ്മ പറയും. അമ്മയൊന്ന് അടങ്ങ്, എന്റെ പാർട്ടി നമ്മളെ സഹായിക്കുമെന്നും നല്ല രീതിയിൽ സ്റ്റെഫിയുടെ കല്യാണം നടക്കുമെന്നും തന്നെ ബ്രൂണോ പറയുന്നു. അതിനുശേഷം ബ്രൂണോയെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കും. ഒരു ചർച്ച കഴിഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങുന്നവരൊക്കെ ഒരു ദേഷ്യത്തോടെ ബ്രൂണോയെ നോക്കുന്നു. അതിൽ ഒരു പാർട്ടിക്കാരൻ ബ്രൂണോയുടെ അടുത്ത് വന്ന് ഇന്ന് നീ കപ്പ്യാരെ തല്ലിയ കേസിൽ പാർട്ടി നിന്റെ കൂടെ നിൽക്കില്ലെന്ന് തന്നെ പറയും. പാർട്ടി പോസ്റ്റർ കീറിയതിനാണല്ലോ ബ്രൂണോ കപ്പ്യാരെ തല്ലുന്നത്. സോ പാർട്ടി തന്റെ കൂടെ നിൽക്കുമെന്നായിരുന്നു ബ്രൂണോ കരുതിയിരുന്നത്. ചർച്ചിൽ നിന്നും ബ്രൂണോയ്ക്കെതിരെ കൊലപാതക ശ്രമത്തിന് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടി കേസ് നടത്തണമെന്ന് ബ്രൂണോ പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്നും നിന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും അയാൾ ബ്രൂണോയോട് പറയുന്നു. എന്തായാലും നീ കുറച്ചുനാൾ ഇവിടെ നിന്ന് മാറി നിൽക്കാം, ഞാൻ പാർട്ടിയിൽ സംസാരിച്ച് ഇതിനൊരു തീരുമാനമാക്കാമെന്നും ആ പാർട്ടിക്കാരൻ ബ്രൂണോയോട് പറയും. ബ്രൂണോയ്ക്ക് സുരക്ഷിതമായി നിൽക്കാൻ ഒരിടവും അയാൾ റെഡിയാക്കി നൽകുന്നു. ശർമ്മയും മഹേഷും താമസിക്കുന്ന ലോഡ്ജിലേക്കായിരുന്നു അവർ ബ്രൂണോയെ അയക്കുന്നത്. ബ്രൂണോയുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവർ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. സ്റ്റെഫിയുടെ കല്യാണത്തിന് 25 പവൻ ഗോൾഡ് കൊടുക്കാമെന്നാണ് മാരിയോയുടെ കുടുംബത്തിന് ഇവർ വാക്കു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഒരു തരിയുടെ സ്വർണം പോലും ആയിട്ടുമില്ല. കല്യാണത്തിന് ഗോൾഡ് എടുക്കാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് തൽക്കാലത്തേക്ക് ഗോൾഡ് കൊടുക്കുകയും കല്യാണത്തിന് വരുന്ന പിരിവിൽ നിന്നും അവർ കൊടുത്ത ഗോൾഡിന്റെ ക്യാഷ് മേടിക്കുകയും ചെയ്യുന്ന ഒരു ജുവലറി ടീം ഉണ്ടായിരുന്നു. അവരെ ശർമ്മയ്ക്ക് നല്ല പരിചയവുമുണ്ട്. ബ്രൂണോയുടെ സിസ്റ്ററുടെ കല്യാണത്തിന് പാർട്ടിക്കാരിൽ നിന്നും അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ നല്ല പിരിവ് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സോ ആ ജുവലറിയുമായി ബന്ധപ്പെട്ട് ഗോൾഡ് തൽക്കാലത്തേക്ക് അറേഞ്ച് ചെയ്ത് നൽകാമെന്ന് ശർമ്മ ബ്രൂണോയ്ക്ക് ഉറപ്പ് നൽകും. അതിന് ജുവലറിയുടെ ഏജന്റുമായി ശർമ്മ സംസാരിക്കും. പി അജേഷ് എന്നൊരാളാണ് ആ ഏജന്റ്. അവർ അജേഷിനെ നേരിൽ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ക്ലയൻസ് ആവശ്യപ്പെടുന്ന ഗോൾഡ് അവർക്ക് നൽകും. കല്യാണം കഴിഞ്ഞ അന്ന് നൈറ്റ് തന്നെ 25 പവന് ക്യാഷ് തിരിച്ചു കിട്ടണമെന്നും ഇനി അഥവാ പിരിഞ്ഞു കിട്ടുന്ന ക്യാഷ് കുറവാണെങ്കിൽ കിട്ടുന്ന ക്യാഷിനുള്ള ഗോൾഡ് മാത്രമേ നൽകുകയുള്ളെന്നും ബാക്കി ഗോൾഡും താൻ തിരിച്ചു കൊണ്ടുപോകുമെന്നും അജേഷ് പറയും. ഈ ഡീലിന് ബ്രൂണോയും ഫ്രണ്ട്സും സമ്മതിക്കുന്നു. ഈ ഡീലിന് സമ്മതമാണെങ്കിൽ നാളെ തന്നെ നിന്റെ പെങ്ങളോട് ആവശ്യത്തിനുള്ള ഗോൾഡ് ജുവലറിയിൽ നിന്ന് സെലക്ട് ചെയ്തോളാനും അജേഷ് പറയും. കല്യാണ തലേന്ന് വൈകിട്ട് കറക്റ്റ് 3 മണിയാകുമ്പോൾ ആ ഗോൾഡുമായി ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും. കല്യാണം കഴിഞ്ഞ അന്ന് നൈറ്റ് തന്നെ എൻ്റെ കടമൊക്കെ തീർത്ത് ക്യാഷ് എനിക്ക് കിട്ടണമെന്നും അജേഷ് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കല്യാണത്തലേന്നുള്ള ബ്രൂണോയുടെ വീട് കാണിക്കും. കറക്റ്റ് 3 മണിക്ക് ഗോൾഡുമായി വരുമെന്ന് പറഞ്ഞ് അജേഷിനെ കാത്തിരിക്കുകയാണ് അവർ. പറഞ്ഞ സമയമായിട്ടും അജേഷ് വരാത്തതിനാൽ സ്റ്റെഫിയും അമ്മയും ബ്രൂണോയും ഒക്കെ കുറച്ച് ടെൻഷനിലാണ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അജേഷ് അവിടെ എത്തും. ഗോൾഡ് അവർക്ക് കൈമാറുന്നതിന് മുൻപായി ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ട് അതിൽ സൈൻ ചെയ്യാൻ അജേഷ് പറയുന്നു. പക്ഷേ അതിൽ സ്റ്റെഫിയുടെ അമ്മയാണ് സൈൻ ചെയ്യുക. ഈ ഗോൾഡൊക്കെ നീട്ടെ, ഞാനൊന്ന് കാണട്ടെ എന്ന് അജേഷ് പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ ഇട്ടോളാമെന്ന് കുറച്ച് അഹങ്കാരത്തോടെ സ്റ്റെഫി പറയും. സ്റ്റെഫിയുടെ ഈ മറുപടി
അജീഷിന് അത്രയ്ക്ക് അങ്ങ് പിടിക്കില്ല. എല്ലാവരും പുറത്തിറങ്ങിയതിനു ശേഷം സ്റ്റെഫി ആ ഗോൾഡിലേക്ക് നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിക്കുന്നുണ്ട്. ഇത് അജേഷ് ജനലിലൂടെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റെഫിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുന്നു. പക്ഷെ അവർ വിളിച്ചതിൽ പകുതി ആളുകൾ പോലും കല്യാണത്തിന് എത്തിയിരുന്നില്ല. ബ്രൂണോയുടെ പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും വന്നിരുന്നില്ല. അന്ന് നൈറ്റ് അജേഷ് ക്യാഷിനായി വെയിറ്റ് ചെയ്യും. വിചാരിച്ച പോലെ പിരിവ് കിട്ടാത്തതിൽ അവരാകെ ടെൻസ്ഡ് ആകുന്നു. പിറ്റേന്ന് ചെറിയൊരു ഫംഗ്ഷൻ കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടി ആളുകൾ വന്നില്ലെങ്കിൽ അജേഷിന് ഗോൾഡ് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അമ്മ ആകെ വിഷമത്തിലാകും. എന്നാൽ ആ ഫംഗ്ഷനും അവർ ഉദ്ദേശിച്ച പോലെ ആളുകൾ വന്നില്ല. അജേഷിന് കിട്ടിയ ക്യാഷൊക്കെ അവർ കൊടുക്കും. അത് എണ്ണി നോക്കിയതിനു ശേഷം ഇത് 13 പവന്റെ ക്യാഷ് മാത്രമേ ഉള്ളെന്നും അതുകൊണ്ട് ബാക്കി 12 പവന്റെ ഗോൾഡ് എനിക്ക് തിരിച്ചു തരണമെന്നും അജേഷ് പറയുന്നു. അങ്ങനെ ചെയ്താൽ അവളുടെ ജീവിതം നശിക്കുമെന്ന് അമ്മ അജേഷിനോട് പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എഗ്രിമെന്റ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഗോൾഡ് തന്നത്. സോ ഒന്നെങ്കിൽ 25 പവൻ സ്വർണത്തിന്റെ ക്യാഷ് എനിക്ക് തരണം, അല്ലെങ്കിൽ ബാക്കി പൊന്ന് എനിക്ക് തിരിച്ചു തരണമെന്നും അജേഷ് പറയുന്നു. സ്റ്റെഫിയും മരിയാനോയും റൂമിൽ കയറിയെങ്കിലും അജേഷ് പ്രശ്നമുണ്ടാക്കുന്നതിനാൽ സ്റ്റെഫിയുടെ അമ്മ അവരുടെ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറക്കുന്ന സ്റ്റെഫിയോട് ബാക്കി ഗോൾഡിനായി അജേഷ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും മോൾ ആ ബാക്കി ഗോൾഡ് ഇങ്ങ് എടുത്തു തരാനും അമ്മ പറയുമ്പോൾ അത് എങ്ങനെ ശരിയാകുമെന്ന് സ്റ്റെഫി ചോദിക്കും. ഈ സമയം മാരിയാനോയും സ്റ്റെഫിയോട് ഡോർ അടച്ച് അകത്ത് വരാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നതിനാൽ അമ്മ ഇയാൾ ഉറങ്ങിയതിനു ശേഷം ഞാൻ എങ്ങനെയെങ്കിലും ഗോൾഡ് എടുത്തു തരാം, അതുവരെ അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞ് സ്റ്റെഫി ഡോർ അടച്ച് അകത്തേക്ക് പോകും. അമ്മ ഇത് അജേഷിനോട് പറയുമ്പോൾ അജേഷ് അവരോടെല്ലാം ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. ഗോൾഡ് തരുന്നതിന് മുൻപ് തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, എനിക്കെന്നെ പൊന്ന് കിട്ടണമെന്ന ഒറ്റ വാശിയിലാണ് അജേഷ്. ഇതുപോലെ ചീത്ത വിളിക്കുന്നത് കേട്ട് ബ്രൂണോയും കലിപ്പിലാകുന്നു. ഒരു വിധേന അവരുടെ ഫ്രണ്ട്സും അമ്മയും ചേർന്ന് രണ്ടുപേരെയും സമാധാനിപ്പിക്കും. വേറെ വഴിയില്ലാതെ ഗോൾഡിനായി രാവിലെ വരെ കാത്തിരിക്കാൻ അജേഷും തയ്യാറാകുന്നു. രാവിലെ ഉറക്കമുണരുന്ന അജീഷ് കാണുന്നത് വെളുപ്പിനെ തന്നെ മാരിയാനോ സ്റ്റെഫിയുമായി അവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. അവരുടെ പുറകെ പോകാനായി അജേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആരോ വാണ്ടഡായി തന്നെ ടയർ പഞ്ചറാക്കിയിരുന്നു. ഇത് മനസ്സിലാക്കിയ അജീഷിന് അവർ അവനെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. അവർ എവിടേക്കാണ് പോയതെന്നും മാരിയാനോയുടെ വീട് എവിടെയാണെന്നും അജേഷ് ചോദിക്കുമ്പോൾ മാരിയാനയുടെ ദേശത്ത് പോയി പൊന്നുമായി തിരിച്ചു വരാൻ നിനക്ക് കഴിയില്ല, അത് അങ്ങനെ ഒരു ഏരിയയാണ്, തലവെട്ടിച്ചിറയിലാണ് അവൻ്റെ വീടെന്നും എന്തെങ്കിലും പ്രശ്നമായി നീ അവിടെ ചെന്നാൽ അവർ നിന്നെ വെട്ടി പീസാക്കി ആറ്റിൽ തള്ളുമെന്നും ബ്രൂണോ പറയുന്നു. എന്ത് വന്നാലും എൻ്റെ പൊന്ന് ഞാൻ മേടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അജീഷ് തലവെട്ടിച്ചിറ എന്ന നാട്ടിലേക്ക് പോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് മാരിയാനയുടെ വീട്ടിൽ മാരേജ് റിസപ്ഷൻ നടക്കുന്നത് കാണിക്കും. മരിയാന വളരെ റൂഡായ ഒരാളാണ്. സ്റ്റെഫിയോട് പോലും വളരെ റൂഡായിട്ടാണ് അയാൾ ബിഹേവ് ചെയ്തിരുന്നത്. മരിയാനോയുടെ അമ്മയും ബന്ധുമിത്രാദികളുടെയും കണ്ണ് സ്റ്റെഫിയുടെ ഗോളിൽ തന്നെയാണ്. മരിയാനോ റൂഡായി പെരുമാറുന്നതിൽ ആകെ ടെൻഷനായി നിൽക്കുന്ന സ്റ്റെഫി ആൾക്കൂട്ടത്തിനിടയിൽ അജീഷിനെ കാണുന്നു. അജീഷിനെ കൂടി കാണുമ്പോൾ സ്റ്റെഫി നന്നായി ടെൻസ്ഡ് ആകുന്നു. ഈ സമയം സ്റ്റെഫിയുടെ അമ്മയും ബ്രൂണോയും ഫ്രണ്ട്സുമൊക്കെ അവിടെ എത്തുന്നു. അവരെ കണ്ട ഉടനെ അജേഷ് ഇവിടെ എത്തിയിട്ടുണ്ടെന്നും സ്റ്റെഫി അമ്മയോട് പറയും. സ്വർണം ബാക്കി അവൻ കൊണ്ടുപോയാൽ നിങ്ങളുടെ ഒപ്പം ഞാനും തിരിച്ചു വരേണ്ടി വരുമെന്നും സ്റ്റെഫി പറയും. അജേഷിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ അവർ പ്ലാൻ ചെയ്യും. ബാക്കി പൊന്ന് തിരിച്ചു കൊടുക്കാൻ അവർക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്നതിനിടെ അജേഷ് അമ്മയുടെ അടുത്തെത്തി തൻ്റെ പൊന്ന് തിരിച്ചു തരണമെന്ന് പറയുന്നു. ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നും കുറച്ചുനാൾ അവധി തരണമെന്നും അമ്മ അജേഷിനോട് കെഞ്ചി പറയുമെങ്കിലും തൻ്റെ പൊന്ന് തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടെ പോകില്ലെന്ന വാശിയിൽ തന്നെയായിരുന്നു അജേഷ്. എല്ലാവരും അജേഷ് ആരാണെന്ന് അവരോട് ചോദിക്കുമ്പോൾ ഒരു കസിനാണെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. അമ്മ ബ്രൂണോയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നീ കാരണമാണ് ഇത്രയും പ്രശ്നമായത്. നീ പള്ളിക്കാരോടും നാട്ടുകാരോടുമൊക്കെ പ്രശ്നമുണ്ടാക്കിയതിനാലാണ് ആരും അവളുടെ കല്യാണത്തിന് വരാതിരുന്നതും ഉദ്ദേശിച്ചതുപോലെ ക്യാഷ് കിട്ടാതിരുന്നതും. സോ അജേഷിനെ തടയാൻ നീ എന്തെങ്കിലും ചെയ്യണം. അതിനെ അവനെ കൊന്നിട്ടാണെങ്കിലും നീ ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് അമ്മ ബ്രൂണോയോട് പറയുന്നു. എല്ലാവരും മദ്യപിച്ചതിന് ശേഷം അവിടെ നിന്നും പോകും. മദ്യപിച്ച് ബോധം കെട്ട് നിലത്ത് വീണ് കിടക്കുന്ന അജീഷിനെ കൊല്ലാനായി വലിയൊരു കല്ലെടുത്ത് അവന് തലയിലിടാൻ ബ്രൂണോ ശ്രമിക്കുന്നു. പക്ഷെ അവൻ്റെ മനസ്സതിന് അനുവദിക്കാത്തതിനാൽ ബ്രൂണോ അജീഷിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകും. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രൂണോയുടെ സിസ്റ്ററിന്റെ മാരേജ് ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്നാലും അജീഷിനെ അവൾക്ക് ഇഷ്ടമായതുപോലെ അവനെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ട്. മാരിയാനോയ്ക്ക് ഒരു ചെമ്മീൻ കെട്ടുണ്ട്. അതിലാണ് മാരിയാനോ വർക്ക് ചെയ്യുന്നത്. സോ നേരം വെളുക്കുന്നതേ പണിക്കായി മാരിയാനോ വീട്ടിൽ നിന്നും പോകുന്നു. സ്റ്റെഫിയുടെ കുടുംബവും തിരിച്ചു പോകാനായി തയ്യാറെടുക്കുന്നു. ആ കൂടെ പോകുക മാത്രമാണല്ലോ അജീഷിനും പറ്റുക. സോ സ്റ്റെഫിയുടെ വഴിവരെയും കൂടെ വരാൻ അജീഷ് പറയും. വേറെ നിവൃത്തിയില്ലാതെ പേടിച്ച് സ്റ്റെഫിയും ബ്രൂണോയുടെയും അജീഷിന്റെയും ഒപ്പം വഴിവരെയും ചെല്ലുന്നു. മര്യാദയ്ക്ക് എൻ്റെ പൊന്നെനിക്ക് തരണം.
4-ാം നാൾ വിരുന്നിന് വരുമ്പോൾ എൻ്റെ ഗോൾഡ് എനിക്ക് തിരിച്ചു തരുമെന്നാണ് നിന്റെ അമ്മ എന്നോട് വാക്കു പറഞ്ഞിരിക്കുന്നത്. അതുവരെയും ഞാൻ വെയിറ്റ് ചെയ്യും. മര്യാദയ്ക്ക് എൻ്റെ പൊന്ന് എനിക്ക് തിരിച്ചു തരണമെന്ന് മജേഷ് പറയുമ്പോൾ എനിക്ക് കിട്ടിയ പൊന്ന് തിരിച്ചു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും എൻ്റെ ആങ്ങളെയെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ്റെ കയ്യിൽ നിന്നും നീ പണം മേടിച്ചോളാനും അവൾ പറയും. ജോലിക്കും കൂലിക്കും പോകാതെ പാർട്ടിയുടെ പുറകെ നടക്കുന്നവരാണ്. ഒരു പെങ്ങളുണ്ടെന്ന ചിന്ത പോലും ഇവൻ ഉണ്ടായിരുന്നില്ലെന്നും ഈ പൊന്നിന് വേണ്ടി എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞ് സ്റ്റെഫി തിരിച്ചു പോകുന്നു. സ്റ്റെഫി ഇങ്ങനെ സംസാരിച്ചത് ബ്രൂണോയ്ക്ക് താങ്ങാനാവുന്നതായിരുന്നില്ല. ഈ സമയം മരിയാനോ അവന്റെ ചെമ്മീൻ കെട്ടിൽ നിന്നും ചെമ്മീൻ എടുക്കുന്നവരെ നന്നായി പഞ്ഞിക്കിടുന്നുണ്ടായിരുന്നു. ഇതോടെ മരിയാനോ ഒരു കരുണയുമില്ലാത്തവനാണെന്ന് അജേഷിന് മനസ്സിലാകും. എങ്കിലും എൻ്റെ പൊന്ന് ഞാൻ തിരിച്ചു മേടിക്കുമെന്ന് തന്നെ അജേഷ് പറയുന്നു. പൊന്നു കിട്ടുന്നത് വരെ അവിടെ തന്നെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കാൻ അജേഷ് തീരുമാനിക്കും. അജേഷിനൊപ്പം ബ്രൂണോയും നിൽക്കുന്നു. സ്റ്റെഫി തന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതാലോചിച്ച് ബ്രൂണോ വളരെ ഇമോഷണൽ ആകും. തന്നെ കൊണ്ട് വീടിനും നാടിനും ഗുണമില്ലെന്നും പാർട്ടി വരെ തന്നെ ഉപേക്ഷിച്ചെന്നും ഫാമിലി തള്ളിപ്പറഞ്ഞതിലുമുള്ള വിഷമത്തിൽ അജേഷ് ഉറങ്ങിയതിനു ശേഷം ബ്രൂണോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. തക്ക സമയത്ത് അജേഷ് ഇത് കാണുകയും ബ്രൂണോയെ രക്ഷിക്കുകയും ചെയ്യും. നീയും നിന്റെ പെങ്ങളും കൂടി എന്നെ കൊലക്കേസിൽ കൂടി കൊടുക്കുമോ എന്ന് അജേഷ് ചോദിക്കും. ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് മരിക്കാനാണെങ്കിൽ ഞാനൊക്കെ എന്നേ മരിക്കേണ്ടവനായിരുന്നെന്നും അജേഷ് പറയുന്നു. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നേരിടാൻ പഠിക്കണം. ഇത്രയും പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫയർ ചെയ്യുന്നത് നീ കാണുന്നില്ലേ? ഞാനിപ്പോൾ ഒരു കോൾ വിളിച്ച ലക്ഷങ്ങൾ വരും. അത് ഈ അജേഷിനോടുള്ള വിശ്വാസമാണ്. അജേഷ് ആ രീതിയിലാണ് നിൽക്കുന്നതെന്നും ബ്രൂണോയോട് അജേഷ് പറയും. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിനാണ് കോട്ടം വന്നിരിക്കുന്നത്. അത് നീയും നിന്റെ സഹോദരിയും കാരണമാണ്. എൻ്റെ മുതലാളിക്ക് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. സോ ആ പൊന്ന് എങ്ങനെയും ഞാൻ തിരിച്ചെടുക്കുമെന്ന് അജേഷ് പറയുന്നു. അവരങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ആരോ ഡോറിൽ തട്ടും. കുറച്ച് ഭയത്തോടെ അജേഷ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നയാൾ അജേഷിന്റെ മുഖത്തിനിട്ട് തന്നെ അടിക്കുന്നു. ആക്ച്വലി ആ വന്നവൻ അജേഷിന്റെ മുതലാളിയുടെ മകനായിരുന്നു. അജേഷ് ആ ഗോൾഡുമായി മുങ്ങിയതാണെന്നായിരുന്നു അവർ കരുതിയത്. അജേഷ് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാളും കൺവിൻസ്ഡ് ആകുന്നു. ഈ ഗോൾഡ് എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും നമുക്ക് ഒരുമിച്ച് പോയി ഗോൾഡ് തിരിച്ചെടുക്കാമെന്നും അയാൾ പറയുമ്പോൾ ഗോൾഡ് തലവെട്ടിച്ചിറയിലാണെന്ന് അജേഷ് പറയുന്നു. തലവെട്ടിച്ചിറയെന്ന് കേൾക്കുമ്പോൾ അയാളും പേടിച്ചു പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയി ആ ഗോൾഡുമായി തിരിച്ചു വരുമെന്നും എനിക്ക് കുറച്ച് സമയം തരണമെന്നും അജേഷ് പറയും. അയാളും അതിന് സമ്മതിക്കുന്നു. എനിക്ക് 2 ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ. അതിനു മുൻപ് ബാക്കി പൊന്നും ക്യാഷും മുതലാളിയെ ഏൽപ്പിക്കണം. നീ ആ മാരിയാനോയെ ഒന്ന് വിളിച്ച് ഫോൺ എൻ്റെ കയ്യിൽ തരാനും അജേഷ് ബ്രൂണോയോട് പറയും. ബ്രൂണോ മാരിയാനോയ്ക്ക് കോൾ ചെയ്ത് അജേഷിന് കൊടുക്കും. എനിക്കൊരു സ്പെഷ്യൽ കുപ്പി കിട്ടിയിട്ടുണ്ടെന്നും നമുക്ക് നിങ്ങളുടെ ചെമ്മീൻ കെട്ടിൽ ഒന്ന് കൂടാമെന്നും അജേഷ് പറയും. മാരിയാനോയും അതിന് സമ്മതിക്കുന്നു. അജേഷും ബ്രൂണോയും അവരുടെ ഫ്രണ്ട്സും നേരെ മാരിയാനോയുടെ വീട്ടിലെത്തും. അവർ അവിടെ അന്ന് കൂടുന്നുണ്ട്. അജേഷ് മാരിയാനോയുമായി ഉടക്കുണ്ടാക്കണമെന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. 2 ചെമ്മീൻ പിടിച്ച് ഫ്രൈ ആക്കിയാലോ എന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അത് മാരിയാനോയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടില്ല. മാരിയാനോയെ ചൊടിപ്പിക്കാനായി അജേഷും അത് ഏറ്റുപിടിക്കുന്നു. നീ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ, നിന്റെ സംസാരം നല്ല ഓവറായിട്ടുണ്ടെന്നും മരിയാനോ കലിപ്പിൽ പറയും. വാണ്ടഡായി തന്നെ അജേഷ് മരിയാനോയെ തല്ലാൻ തുടങ്ങുന്നു. ഫ്രണ്ട്സ് എല്ലാവരും അജേഷിനെ പിടിച്ചു മാറ്റും. അജേഷ് ഇങ്ങനെ ബിഹേവ് ചെയ്തതിന് ബ്രൂണോ മരിയാനോയോട് ക്ഷമ ചോദിക്കും. മദ്യപിച്ച അജേഷ് അറിയാതെ ചെയ്തതാണെന്ന് ബ്രൂണോ പറയുമ്പോൾ അല്ല, അവൻ ബോധലഹരിയിൽ ചെയ്തതല്ല ഇതൊന്നും. അവൻ എന്നോട് എന്ത് വൈരാഗ്യമുണ്ട്. എൻ്റെ കുത്തിനു പിടിച്ച് അജേഷ് ചൂടായതിന് നാളെ വെളുപ്പിന് 3 മണിക്ക് സിറ്റിയിലുള്ള ചായക്കടയിൽ അവൻ തനിച്ചു വന്ന് എന്നോട് മാപ്പ് ചോദിക്കണമെന്നും പറഞ്ഞ് ആകെ കലിപ്പിൽ മരിയാനോ അവിടെ നിന്നും പോകുന്നു. ബ്രൂണോ ഈ കാര്യം അജേഷിനോട് പറയുമ്പോൾ അവൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെല്ലുമെന്ന് അജേഷും പറയും. മരിയാനോയോട് എല്ലാം തുറന്നു പറഞ്ഞ് തൻ്റെ പൊന്നുമായി തിരിച്ചു പോകാനാണ് അജേഷ് കരുതിയിരിക്കുന്നത്. അജേഷിനെ കുറിച്ച് ഡൗട്ട് തോന്നുന്ന മരിയാനോ അവനെക്കുറിച്ച് സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട്. അജേഷ് നിന്റെ ആരാണെന്ന് മരിയാനോ ചോദിക്കുമ്പോൾ സ്റ്റെഫി ആകെ വിയർക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുത്ത് അവനും നീയുമായുള്ള റിലേഷൻ അതിലെഴുതാൻ മരിയാനോ പറയുന്നു. എൻ്റെ 2ാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകനാണെന്നാണ് സ്റ്റെഫി പറയുക. ഓ ശരി, ഇനി നിന്റെ അമ്മയെ ഒന്ന് വിളിക്കാനും മരിയാനോ പറയും. അവരോട് അജേഷ് ആരാണെന്ന് മരിയാനോ ചോദിക്കുമ്പോൾ അത് അവൾക്ക് അറിയാമെന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്യും. ഇതോടുകൂടി അവരെല്ലാം നുണ പറയുകയാണെന്ന് അജേഷിന് മനസ്സിലാകുന്നു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി നടന്ന കാര്യങ്ങൾ മുഴുവനും സ്റ്റെഫി മരിയാനോയോട് പറയും. കിട്ടിയ പൊന്നിൽ നിന്നും 12 പവൻ അജേഷിന് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് പറയുമ്പോൾ മരിയാനോ ആകെ കലിപ്പിലാകും. കാരണം 25 പവൻ പൊന്ന് പറഞ്ഞുറപ്പിച്ചാണ് അവൻ ഈ കല്യാണം കഴിക്കുന്നത്. ആ പൊന്ന് വെച്ച് വേണം മരിയാനോയുടെ ഇളയ സഹോദരിയുടെ കല്യാണം നടത്താനും മൂത്ത സഹോദരിയെ കെട്ടിച്ച വകയിൽ കൊടുക്കാനുള്ള സ്വർണം കൊടുക്കാനും. സോ മരിയാനോ ആകെ കലിപ്പിലായി സ്റ്റെഫിയെ അടിക്കാൻ തുടങ്ങും. മരിയാനോയുടെ അമ്മയും അങ്ങോട്ട് വരും. കാര്യങ്ങൾ അറിയുമ്പോൾ തള്ളയും മകളും ഞങ്ങൾ ചതിക്കുകയാണെന്ന് പറഞ്ഞ് അവരും അവളോട് വെറുപ്പ് കാണിക്കും. അജേഷ് ആണെങ്കിൽ മരിയാനോ പറഞ്ഞതനുസരിച്ച് വെളുപ്പിന് 3 മണിക്ക് മരിയാനോ പറഞ്ഞ സ്ഥലത്തെത്തുന്നു. പിടിവലിയിൽ മരിയാനോയുടെ ഷർട്ട് അജേഷ് വലിച്ചു കീറിയതിനാൽ അവനായി പുതിയൊരു ഷർട്ടും മേടിച്ചാണ് അജേഷ് എത്തിയിരിക്കുന്നത്. ഈ ഷർട്ട് മരിയാനയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ഷർട്ട് മേടിച്ച് മരിയാനോ കത്തിച്ചു കളയുന്നു. നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് എനിക്കറിയാം മരിയാനോ. എനിക്കെൻ്റെ പൊന്ന് തിരിച്ചു കിട്ടണമെന്നും അജേഷ് പറയും.
നിന്റെ പൊന്നോ, അത് എനിക്ക് സ്ത്രീധനം കിട്ടിയതാണ്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അജീഷ് പറയുമ്പോൾ ഞാനും പെട്ടു നിൽക്കുകയാണ്. ഇളയതിന്റെ കെട്ട് നടത്തണം, മൂത്തതിനെ കെട്ടിച്ച വകയിൽ കൊടുക്കാനുള്ളത് കൊടുക്കണം, പിന്നെ ഞങ്ങളുടെ കല്യാണം നടത്തിയ വകയിലുള്ള കടങ്ങൾ അതൊക്കെ ഈ പൊന്ന് വെച്ച് വേണം തീർക്കാൻ. ഈ പൊന്ന് ഞാനിപ്പോൾ നിനക്ക് തന്നാൽ പിന്നെ ഞാനെന്ത് ചെയ്യുമെന്ന് മരിയാനോ ചോദിക്കുന്നു. ഇത് നടക്കില്ല, നീ സ്ഥലം വിട്ടോളാനും മരിയാനോ പറയും. എന്റെ പൊന്ന് കിട്ടാതെ ഞാൻ പോകില്ലെന്ന് തന്നെ അജീഷ് പറയുന്നു. എനിക്ക് കിട്ടിയ ഗോൾഡ് ഞാൻ തിരിച്ചു തരില്ലെന്ന് മരിയാനോയും പറയും. പറഞ്ഞ് കയ്യേറ്റത്തിലാകുമ്പോൾ അജീഷ് പ്രതീക്ഷിക്കാതെ മരിയാനോ ഒരു കത്തിയെടുത്ത് അജീഷിനെ കുത്തിയതിനു ശേഷം അവിടെ നിന്നും പോകുന്നു. മരിയാനോ ഇങ്ങനെ ചെയ്തതിന് അജീഷ് കൂകി വിളിച്ച് നീ ഇത്രയേ ഉള്ളോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ മരിയാനോ അവിടെ നിന്നും പോകും. കുത്തുകൊണ്ട് ചോരയൊലിച്ച് മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്ന അജീഷിനെ കാണിച്ച് നെക്സ്റ്റ് സീനിൽ മരിയാനോ തന്റെ കത്തിയിലെ ചോര കഴുകിക്കളയുന്നത് സ്റ്റെഫി കാണുന്നു. അജീഷിനെ മരിയാനോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റെഫിക്ക് ഉറപ്പാകും. അവൾ ഉടനെ ബ്രൂണോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത് കേട്ട് ബ്രൂണോയും ആകെ ഭയപ്പെടുന്നു. താൻ കാരണം അജീഷിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സ്റ്റെഫിയും ഇമോഷണലാകും. ബ്രൂണോ മരിയാനോയുടെ വീട്ടിലെത്തി അമ്മയ്ക്ക് വയ്യാതെ കിടപ്പിലാണ്, സോ സ്റ്റെഫിയെ ഞങ്ങളുടെ കൂടെ വിടണമെന്നും പറയുന്നു. ആദ്യമൊന്നും മരിയാനോ അവളെ പോകാൻ അനുവദിക്കുന്നില്ല. പിന്നീട് സ്റ്റെഫിയുടെ കയ്യിലും കഴുത്തിലുമുള്ള ഗോൾഡൊക്കെ ഊരി മേടിച്ചതിന് ശേഷം ബ്രൂണോയുടെ ഒപ്പം പറഞ്ഞു വിടുന്നു. ബ്രൂണോയും അവന്റെ ഫ്രണ്ട്സും സ്റ്റെഫിയും കൂടി അജീഷിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലെത്തും. ആ വീട് കാണുമ്പോൾ തന്നെ അജീഷിന്റെ ജീവിത സാഹചര്യം അവർക്ക് മനസ്സിലാകും. തങ്ങളെക്കാൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു അജീഷ് ജീവിച്ചിരുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. അജീഷിന്റെ അമ്മയും സഹോദരിയും പണിയെടുക്കുന്നിടം കണ്ടെത്തി അവർ അവിടെ എത്തും. കട്ട നിർമ്മിക്കുന്നിടത്തായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്. ബ്രൂണോ അവരോട് അജീഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലെന്നും ഇനി നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അവനോട് വീട്ടിലേക്ക് വരാൻ പറയണമെന്നുമാണ് അജീഷിന്റെ അമ്മ പറയുന്നത്. അവരുടെ സാഹചര്യം കണ്ട് സ്റ്റെഫി ആകെ തളർന്നു പോകുന്നു. താൻ എത്രത്തോളം ദ്രോഹമാണ് അജീഷിനോട് ചെയ്തതെന്നോ അവൾ ഇമോഷണൽ ആകും. ആകെയുള്ള വീടും സ്ഥലവും പണയം വെച്ചാണ് അജീഷ് ഈ ജോലിക്കിറങ്ങിയത്. അതുകൂടി പോയാൽ ഞങ്ങൾ വഴിയാധാരമാകുമെന്നും ആ അമ്മ അവരോട് പറയുന്നുണ്ട്. അവരെല്ലായിടത്തും അജീഷിനെ തിരയുന്നുണ്ട്, പക്ഷെ അവനെ കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. മരിയാനോ എവിടെയാണ് തന്റെ ഗോൾഡൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സ്റ്റെഫി കണ്ടെത്തും. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി കീ എടുത്ത് മരിയാനോ ഒളിപ്പിച്ചു വെച്ചിരുന്ന പൊന്നൊക്കെ അവൾ എടുക്കുന്നു. ഇതൊക്കെ മരിയാനോയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. മരിയാനോയുടെ അച്ഛൻ സ്റ്റെഫിയെ ഹെൽപ്പ് ചെയ്യും. അവളെ ബസ് സ്റ്റാൻഡ് വരെയും അയാൾ കൊണ്ടുചെന്നാക്കും. പൊന്നുമായി രക്ഷപ്പെടാൻ അവളെ അയാൾ സഹായിക്കുന്നു. അവൾ ഭയന്നുകൊണ്ടാണെങ്കിലും ഓടിച്ചെന്ന് ഒരു ബസ്സിൽ കയറും. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് മരിയാനോ വരികയും അവളെ അടിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇത് അവന്റെ പൊന്നാണ്, ഇതെനിക്ക് അവന്റെ വീട്ടിൽ ഏൽപ്പിക്കണമെന്നും സ്റ്റെഫി പറയുന്നു. ഇത് കേട്ട് സ്റ്റെഫിയെ വളരെ ക്രൂരമായി മരിയാനോ അടിക്കുന്നുണ്ട്. അവളുടെ ഫോൺ വരെയും അവൻ എറിഞ്ഞു പൊട്ടിച്ചതിനു ശേഷം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിച്ചോണമെന്നും മരിയാനോ അവൾക്ക് വാർണിംഗ് നൽകും. പിന്നീട് കാണിക്കുന്നത് താറാവ് പിടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന മരിയാനോയാണ്. മത്സരം കാണാൻ നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ അജീഷും ഉണ്ടായിരുന്നു. മരിയാനോയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അജീഷ് കൂകി വിളിച്ചുകൊണ്ടേയിരിക്കും. അജീഷിനെ ജീവനോടെ കാണുമ്പോൾ സ്റ്റെഫിക്ക് സന്തോഷമാകും. നീ എന്നെ കൊന്ന് കുഴിച്ചു മൂടിയാലും ആ കുഴിയിൽ നിന്നും ഞാൻ എഴുന്നേറ്റ് വരുമെന്നും എന്റെ പൊന്നും കൊണ്ടേ ഞാൻ പോകൂ എന്നും അജീഷ് മരിയാനോട് പറയുന്നു. അജീഷിനെ തനിച്ചു കാണുന്ന സ്റ്റെഫി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കും. ഗോൾഡ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം, ആരുമില്ലാത്തപ്പോൾ നീ അത് കയറി എടുത്തോളാനും സ്റ്റെഫി പറയും. അങ്ങനെ മോഷ്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്നും അജീഷ് പറയുന്നു. നീ മരിയാനോയുടെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചോളൂ, അങ്ങനെയാണെങ്കിൽ സ്ത്രീധനമായി ആ പൊന്ന് നിന്റെ കയ്യിൽ തന്നെ വരുമെന്നും സ്റ്റെഫി പറയും. അതിനൊന്നും ഞാൻ തയ്യാറല്ലെന്ന് അജീഷ് തീർത്ത് പറയും. ഇപ്പോൾ നിന്റെ ശരീരത്തിൽ 4 പവൻ പൊന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ കൂടെ ജീവിക്കേണ്ടത് നീയല്ലേ? ഈ 4 പവനും കൂടി തീർന്നാൽ നിനക്കവിടെ ഒരു വിലയും കാണില്ല. നിന്നെ അവന് പിന്നെ ആവശ്യമുണ്ടാകില്ലെന്നും അജീഷ് സ്റ്റെഫിയോട് പറയുന്നു. അവിടെ നിന്ന് സ്റ്റെഫി തിരിച്ചു പോകുന്നതിന് മുൻപായി നിന്റെ ദേഹത്ത് മണ്ണ് വീഴാതെ സൂക്ഷിക്കണമെന്നും അജീഷിനോട് പറയും. എന്റെ ദേഹത്ത് മണ്ണ് വീണാൽ നിനക്ക് എന്താണെന്നാണ് അജീഷ് തിരിച്ചു ചോദിക്കുന്നത്. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അന്ന് നൈറ്റ് പള്ളിയിൽ പോകാൻ എല്ലാവരും റെഡിയാകും. നിന്റെ പൊന്നണിഞ്ഞു വരാൻ മരിയാനയുടെ അമ്മ സ്റ്റെഫിയോട് പറയുന്നു. ഇത് കേട്ട് മരിയാന പൊന്നു മുഴുവൻ അവൾക്ക് എടുത്തു കൊടുക്കുമെങ്കിലും അവളുടേതായ 13 പവൻ ഗോൾഡ് മാത്രമാണ് സ്റ്റെഫി ധരിക്കുന്നത്. ബാക്കി തന്റെ പൊന്നല്ല, അജീഷിൻ്റെതാണെന്നും അതുകൊണ്ട് അത് തനിക്ക് വേണ്ടെന്നും സ്റ്റെഫി പറയും. വീടിനുള്ളിൽ ബാക്കി പൊന്നു വെച്ചാൽ അത് അജീഷ് എടുക്കുമോ എന്ന് ഭയന്ന് മരിയാനോ ആ ഗോൾഡ് കയ്യിൽ കരുതുന്നു. സ്റ്റെഫിയെയും കൂട്ടി മരിയാനോ ചർച്ചിലേക്ക് വരുമ്പോൾ അജീഷും അവരെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. മരിയാനോ സ്റ്റെഫിയുടെ ദേഹത്ത് 13 പവന്റെ പൊന്നുണ്ട്, അപ്പൊ ബാക്കി 12 പവന്റെ പൊന്ന് അതെന്തായാലും നീ വീട്ടിൽ വെക്കില്ല, നിന്റെ മടിയിൽ തന്നെ ഉണ്ടാകും അല്ലേ എന്ന് അജീഷ് ചോദിക്കും. തന്റെ കയ്യിൽ ബാക്കി പൊന്നുണ്ടെന്ന് അജീഷിന് അറിയാമെന്ന് മരിയാനോയ്ക്ക് മനസ്സിലാകും. നീ എവിടെ ഒളിപ്പിച്ചാലും പള്ളി പെരുന്നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ആ ഗോൾഡ് ഞാൻ എടുക്കുമെന്ന് അജീഷ് പറയും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്നെടുക്കാൻ മരിയാനോയും വെല്ലുവിളിക്കുന്നു.
നീ പള്ളിപ്പറമ്പിൽ കാണണം. എൻ്റെ പൊന്നുമായി ഞാൻ നിന്നെ കാണാൻ വരും, യാത്ര പറയാൻ എന്ന് അജീഷ് സ്റ്റെഫിയോട് പറയുന്നു. പള്ളിപ്പെരുന്നാൾ നടക്കുന്നതിനിടയിലും മരിയാനോ അജീഷിനെയും സ്റ്റെഫിയെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അജീഷിനെ അവിടെ കാണാണ്ടാകും. ഈ സമയം അജീഷ് മരിയാനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട്, കിലോയ്ക്ക് 500 രൂപ വിലയുള്ള നിന്റെ ചെമ്മീൻ മുഴുവൻ കായലിലേക്ക് തുറന്നു വിടാൻ പോകുകയാണ്. നിന്റെ കയ്യിലിരിക്കുന്ന പൊന്നിനേക്കാൾ വില വരുന്ന അത്രയും ചെമ്മീൻ ഈ ചെമ്മീൻ കെട്ടിലുണ്ട്. നീ എൻ്റെ പൊന്നെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നില്ലെങ്കിൽ ഈ ചെമ്മീൻ കെട്ട് ഞാൻ തുറന്നു വിടുമെന്ന് തന്നെ അജീഷ് പറയും. വേറെ നിവൃത്തിയില്ലാതെ മരിയാനോ അവൻ്റെ ചെമ്മീൻ കെട്ടിനകത്തേക്ക് ഓടിച്ചെല്ലും. നിന്റെ കയ്യിലുള്ള പൊന്ന് ഇങ്ങോട്ട് എറിഞ്ഞു തന്നില്ലെങ്കിൽ ഈ ഷട്ടർ ഞാൻ തുറന്നു വിടുമെന്ന് അജീഷ് പറയും. മനസ്സില്ലാ മനസ്സോടെ മരിയാനോ പൊന്ന് അവൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ പൊന്നുമായി അജീഷ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ചെമ്മീൻ കെട്ടിന്റെ ഷട്ടർ അടച്ചതിന് ശേഷം മരിയാനോ അജീഷിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ അടിയാകും. മരിയാനയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അജീഷ് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്ന പൊന്നെ അവർ മാറി മാറി കൈക്കലാക്കാനും ശ്രമിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ചർച്ചിൽ വെച്ച് സ്റ്റെഫി മരിയാനയുടെ സഹോദരിയോട്, നിനക്ക് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണത്തിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ചേച്ചിയെങ്കിലും അത് ചോദിച്ചല്ലോ, എൻ്റെ ഇഷ്ടമൊക്കെ ആരും നോക്കാനാണെന്നും അവൾ പറയുന്നു. മരിയാന അവൾക്കായി കണ്ടെത്തിയ വിവാഹത്തിനോട് അവൾക്കാണെങ്കിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നിന്റെ ഈ കല്യാണം നടത്താവൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാൽ നമ്മുടെ ഒപ്പം നിൽക്കാൻ നമുക്ക് ആരും ഇല്ലാതാകുമെന്നൊരു അഡ്വൈസ് കൊടുത്തതിന് ശേഷം സ്റ്റെഫി അവളുടെ കയ്യിൽ നിന്നും ഒരു വളയൂരി മരിയാനയുടെ സിസ്റ്ററിന്റെ കയ്യിൽ ഇട്ടുകൊടുക്കുന്നു. മരിയാനയും അജീഷും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നതിനാൽ അവിടെ വെച്ചുണ്ടാകുന്ന കയ്യേറ്റത്തിൽ മരിയാനയുടെ കയ്യിൽ നിന്നും പൊന്നെല്ലാം അവിടെ ഉണ്ടായിരുന്ന മെഷീനുള്ളിലേക്ക് തെറിച്ചു വീഴുന്നു. ഇതെടുക്കാനായി ഓടുന്ന മരിയാനയുടെ കൈയും ആ മെഷീനിടയിൽ പെടുന്നു. ഈ സമയത്ത് അജീഷ് ഗോൾഡ് കൈക്കലാക്കും. എന്റെ പൊന്നു കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് മരിയാനോ നിലവിളിക്കുമ്പോൾ ഇതെന്റെ ഗോൾഡ് ആണെന്ന് പറഞ്ഞ് അജീഷ് അത് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് മാരിയുടെ ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത് അജീഷ് കാണുക. അവരോടും പൊരുതാൻ തയ്യാറായിട്ടാണ് അജീഷ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്രൂണോ വരികയും, നീ വിട്ടോ, ഞാൻ ഇത് നോക്കിക്കോളാമെന്ന് പറയുകയും ചെയ്യും. ഞാൻ പോരാടിയിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്, ഞാനൊന്ന് പോരാടി നോക്കട്ടെ എന്നും ബ്രൂണോ പറയുന്നു. തന്റെ പൊന്നുമായി അജീഷ് നേരെ പള്ളിപ്പറമ്പിലെത്തും. അജീഷ് പറഞ്ഞതുപോലെ എല്ലാവരും പോയതിനു ശേഷവും സ്റ്റെഫി അവനായി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ എനിക്കായി കാത്തു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലെന്നും അജീഷ് പറയും. നീ ചത്തോ ഇല്ലയോ എന്നറിയാനാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തതെന്ന് ഒരു തമാശ രൂപേണ സ്റ്റെഫി പറയുന്നു. ഞാൻ ഈ പൊന്ന് തിരിച്ചെടുത്തതിനാൽ ഇനി നിനക്ക് മരിയാനയുടെ ഒപ്പം ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും അജീഷ് പറയും. ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകില്ലെന്നാണ് സ്റ്റെഫി അതിന് മറുപടി പറയുക. പിന്നെ നീ എവിടെ പോകാനാണെന്ന് അജീഷ് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ടെന്നാണ് സ്റ്റെഫി പറയുന്നത്. കൊല്ലത്തേക്കാണെങ്കിൽ നീ എൻ്റെ കൂടെ പോന്നോളാനും അജീഷ് പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് വള്ളത്തിൽ പോകുന്നതിനിടയിൽ സ്റ്റെഫി അവൾ ധരിച്ചിരുന്ന ഗോൾഡ് മുഴുവൻ ഊരിമാറ്റും. സ്വർണമില്ലാതെ ഒരു പെണ്ണിന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് അജീഷ് ചോദിക്കും. ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അവൾ പറയുന്നു. പൊന്നെല്ലാം ഊരി മാറ്റിയ സ്റ്റെഫിയെ നോക്കി പൊന്ന് തൊടാത്തപ്പോഴാണ് പെണ്ണിന് യഥാർത്ഥ ചന്തമെന്ന് അജീഷ് പറയുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.